ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാജേശ്വരി സ്നേഹതീരത്തെത്തി. ശാരദയ്ക്കും കൂട്ടർക്കും നിവിനും കാവേരിയും ഒന്നിച്ചുള്ള ആ വീഡിയോ കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും സമാധാനം പറയാനുണ്ടോ ആർക്കെങ്കിലും? AI ആണെന്നൊന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കല്ലേ. ഇത് KI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വെല്ലുന്ന കാവേരീസ് ഇന്റലിജൻസ്. എന്റെ മകനെ പിടിച്ച് ജീവിതം സേഫാക്കാനുള്ള ബുദ്ധി എന്ന് രാജേശ്വരി പറയേ. രാജേശ്വരി അനാവശ്യം പറയരുത് കേട്ടോ എന്ന് ശാരദയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അനാവശ്യോ? അവൾ എന്റെ റിസോർട്ടിൽ ജോലിക്ക് വന്നത് എന്തിനായിരുന്നു ശാരദ? ഞാൻ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോയതൊന്നുമല്ല. അവൾ അങ്ങോട്ട് ജോലി അന്വേഷിച്ചു വന്നതാ. അവിടെ വെച്ച് അവനെ ആകർഷിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായതോടെ നടു റോഡിൽ വെച്ച് ആയോ അഴിഞ്ഞാട്ടം എന്ന് രാജേശ്വരി ചോദിക്കേ. രാജേശ്വരി വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. എന്റെ മകൾ എങ്ങനെ എന്ന് ശാരദ പറയുമ്പോഴേക്കും രാജേശ്വരി തടഞ്ഞേ. പറഞ്ഞുണ്ടാക്കാനോ? അതും ഞാൻ? ഇത് നാട് മുഴുവൻ പാട്ടായാൽ ആർക്കാ നഷ്ടം? എനിക്ക്, ഈ രാജേശ്വരിക്ക്. നിന്റെ മകൾ എന്തുദ്ദേശിച്ചോ അത് നടക്കുകയും ചെയ്യും. പണമുള്ള വീട്ടിലെ പയ്യന്മാരെ വളച്ചു കെട്ടാനാണല്ലോ ഉദ്ദേശം എന്ന് രാജേശ്വരി പരിഹസിക്കേ. രാജേശ്വരി എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് ശാരദയും. ഒച്ച വെക്കണ്ട. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത്രമാത്രം പൊള്ളണമെന്നുണ്ടെങ്കിൽ ഐഡിയ നിങ്ങളുടേത് തന്നെ ആവണം. രഹസ്യം പുറത്തായതിന്റെ മനോവിഷമം, ആ ട്രേഡ് സീക്രട്ട് പുറത്തായ പിന്നെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടില്ലല്ലോ. പ്രേമം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് 10 പൈസ മുടക്കില്ലാതെ നിങ്ങൾ ഒരെണ്ണത്തിന്റെ കല്യാണം നടത്തിയല്ലോ. അതുപോലെ തന്നെ ഇറക്കി വിടണ്ടേ താഴെയുള്ള 3 എണ്ണത്തിനെയും എന്ന് രാജേശ്വരി വീണ്ടും പരിഹസിക്കേ. ശാരദയും വിനീതിനോടായി, വിനീതേ നീ ഇവരെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ പോയി ചൂലെടുക്കണോ? നിന്റെ കൂട്ടുകാരനാണെന്ന് കരുതിയ നിവിന് ഞാൻ ഈ വീട്ടിൽ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് ശാരദ പറയേ. ആന്റി എന്ന് രാജേശ്വരിയെ വിളിക്കുന്നുണ്ട് വിനീതും. അവന് നേരെ വിരച്ചുകൊണ്ട് രാജേശ്വരിയും, നീ മിണ്ടരുത് വിനീതേ. നീ കാരണമായി ഇതെല്ലാം. നീയുമായിട്ടുള്ള സമ്പർക്കം, നിന്റെ തയ്യൽ കടയിലേക്കുള്ള സന്ദർശനം, ഇതൊക്കെ അപകടമാണെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ. അതുകൊണ്ട് തർക്കത്തിന് മധ്യസ്ഥനായിട്ട് നീ വേണ്ട. പിന്നെ ചൂലെടുക്കാൻ വരട്ടെ ശാരദേ. ഇവിടെ ചൂലധികം ഉണ്ടാവില്ല. റിസോർട്ടിലാണെങ്കിൽ കുറെ അധികമുണ്ട്. അതൊക്കെ അടിച്ചു വരുന്ന കൈകളും. നീട്ടിയൊന്ന് വിസിലടിച്ചാൽ ആ ചൂലുമായി അവരിങ്ങ് മുറ്റത്തെത്തും. ആളും പണവും പറഞ്ഞ് രാജേശ്വരിയെ ഭയപ്പെടുത്തരുത്. അടിച്ചു ജയിക്കാനോ വാദിച്ചു നേടാനോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു വാക്ക് വേണം. നിന്റെ മകൾ ഇനി എന്റെ മകനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. നീ ഇപ്പൊ കാട്ടിയ വേദനയും സങ്കടവും ഒക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ വാക്ക് നീ പാലിക്കണം. പാലിച്ചില്ലെങ്കിലും ദുഃഖമേ നിനക്കുണ്ടാവൂ. ഒരു സുപ്രഭാതത്തിൽ അമ്മേ ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവൻ കാവേരിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ നിലവിളക്ക് കൊടുത്താവില്ല. ചൂടുവെള്ളം മുഖത്തൊഴിച്ചാവും ഞാൻ അവളെ സ്വീകരിക്കുക എന്ന് രാജേശ്വരി പറഞ്ഞു നിർത്തേ. ശാരദയും പറയുന്നുണ്ട്, എന്ന രാജേശ്വരി നീ കേട്ടോ, നിന്റെ മകനെ കാണാൻ എന്റെ മകൾ അങ്ങോട്ട് വരാറില്ല. എന്റെ മകളെ കാണാൻ നിന്റെ മകൻ ഇങ്ങോട്ടാ വരാറ്. മര്യാദയ്ക്ക് നിയന്ത്രിച്ചോ നീ അവനെ. ഇനി ഒരൊറ്റ തവണ കൂടി അവൻ എന്റെ മകളെ കാണാൻ ഈ പടി കയറി വന്നാ ഇവിടെയും ചൂടുവെള്ളം ഉണ്ടെന്ന് ഓർത്തോ. കല്യാണം കഴിഞ്ഞ് മുന്നിൽ വരുന്നവരെയൊന്നും കാക്കില്ല ശാരദ. അവന് വേണ്ടി എന്നും ഞാൻ എന്റെ അടുപ്പിൽ ഒരു കലം വെള്ളം തിളപ്പിച്ചിട്ടിരിക്കും എന്ന് ശാരദ പറയുന്നത് കേൾക്കെ. നമുക്ക് കാണാം ആരാ ജയിക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് രാജേശ്വരി നടന്നു നീങ്ങുമ്പോഴേക്കും ആ കാണാം എന്ന് ശാരദയും വിളിച്ചു പറയുക. നിവിനുമൊത്തുള്ള യാത്രയിലായിരുന്നു കാവേരിയും. അതിനിടയിൽ നിവിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഓക്കെ ആയോ കാവേരി എന്ന്. ഓ എന്ന് അവൾ പറയേ. അതെ, മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടുമ്പോ ഞാൻ ഇങ്ങനെയാ ചെയ്യാറ്. വണ്ടിയെടുത്ത് എങ്ങോട്ടും നില്ലാതെ ഒറ്റ വിടല്. ബൈക്കാ എനിക്ക് കൂടുതൽ കംഫർട്ട്. സമയവും കാലവും ദൂരവും ഒന്നും നിശ്ചയിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ. അത് പിന്നെ രാത്രിയാവാം പകലാവാം. ഇപ്പോഴേ നമ്മൾ ചെയ്യുന്നത് പോലെ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിയാതിരിക്കാം. കാണാൻ രസമുള്ള കാഴ്ചകൾക്ക് വേണ്ടി വണ്ടി നിർത്താം, നിർത്താതിരിക്കാം. വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാം, കഴിക്കാതിരിക്കാം. ഉറക്കം വരുമ്പോ എന്ന് പറഞ്ഞൊരു ചിരിയോടെ, അല്ല അത് പിന്നെ ഉറങ്ങിയേ പറ്റൂ കേട്ടോ, ഇല്ലെങ്കിലേ പണി കിട്ടുമെന്ന് നിവിൻ പറയുന്നത് കേൾക്കെ കാവേരിയും ചിരിക്കുകയാ. ഹോ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി എന്ന് നിവിൻ ആശ്വാസത്തോടെ പറയേ. നിവിന്റെ സംസാരം കേട്ട ആർക്കാ ചിരി വരാത്തെ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. നിവിനും മനസ്സിൽ പറയുന്നുണ്ട്, മോനെ നിവിനെ ഇതാണ് ചാൻസ്. നിന്റെ പ്രണയം പറയാൻ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. ഉപയോഗിക്കടാ മോനെ എന്ന് മനസ്സിൽ പറഞ്ഞേ. എങ്കിലേ എപ്പോഴും എന്റെ കൂടെ എന്ന് നിവിൻ അവളോടായി പറയുമ്പോഴാണ് അവളുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഗംഗയായിരുന്നു അപ്പുറത്ത്. എടി എവിടെയാ നീ എന്നവൾ ചോദിക്കേ. ഞാനിവിടെ അടുത്തുണ്ട് ഗംഗേച്ചി എന്ന് കാവേരിയും. നീ വീട്ടിലേക്ക് വാ എന്ന് ഗംഗ പറയേ. എന്താ ഗംഗേച്ചി എന്ന് കാവേരിയും. നിന്നോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗംഗ കോൾ കട്ട് ചെയ്യുക. എന്തു പറ്റിയെന്ന് നിവിൻ ചോദിക്കേ. ഗംഗേച്ചിയെ വിളിച്ചത്, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിക്കുന്നതിന് മുന്നേ കട്ട് ചെയ്ത് കളഞ്ഞു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് കാവേരി പറയേ. ശരി നമുക്ക് വേഗം പോവാമെന്ന് നിവിനും. നിവിൻ വരുന്നുണ്ടോ വീട്ടിലേക്ക് എന്ന് കാവേരി ചോദിക്കേ. അല്ല എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ വരാതെ എന്ന് നിവിനും. അതുകൾക്ക് പുഞ്ചിരിയോടെ, നിവിൻ എന്തോ പറയാൻ തുടങ്ങുമായിരുന്നല്ലോ എന്ന് കാവേരി ചോദിക്കേ. അതൊന്നുമില്ല, തമാശ എന്തോ പറയാൻ വന്നതാ, ഞാൻ തന്നെ അത് മറന്നു എന്നവനും പറയുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും സ്നേഹതീരത്തെത്തുകയാ.
വണ്ടി നിർത്തി കാവേരി ഇറങ്ങുമ്പോഴേക്കും നിവിനും ഇറങ്ങിച്ചെന്ന് കാവേരി ഞാനും വരുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്താ നോക്കാം എന്ന് പറഞ്ഞ് അവളുടെ പുറകെ വീട്ടിലേക്ക് പോവുകയാണ്. ആകെ ടെൻഷനോടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയായിരുന്നു ശാരദയും ഗംഗയും വിനീതും. അമ്മയെന്ന് കാവേരി നീട്ടി വിളിക്കുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കുകയാ. നിവിനുമായി കാവേരി അങ്ങോട്ട് വന്ന് എന്താ അമ്മേ, എന്തിനാ വിളിച്ചേ എന്ന് ചോദിക്കേ. എന്താ ബ്രോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിനീതിനോടായി നിവിനും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം നിവിനെ എന്ന് വിനീത് പറയുമ്പോഴേക്കും ശാരദയും വിനീതേ ഞാൻ സംസാരിച്ചോളാം എന്ന് ശാരദ പറയുന്നുണ്ട്. എന്താ അമ്മേ, എന്താ ഉണ്ടായേ എന്ന് കാവേരി ചോദിക്കേ. എവിടെയായിരുന്നു എന്ന് ദേഷ്യത്തോടെ ശാരദ കാവേരിയോട് ചോദിക്കുന്നുണ്ട്. ഗംഗയും അമ്മേ നിവിന് മുന്നിൽ വെച്ച് കാവേരിയെ വഴക്കു പറയില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെയായിരുന്നെന്ന് എന്ന് ശാരദ വീണ്ടും ദേഷ്യത്തോടെ കാവേരിയോടായി ചോദിക്കുക. അമ്മേ പ്ലീസ് എന്ന് ഗംഗ വീണ്ടും പറയേ. ഞാൻ തോട്ടത്തിന്റെ കാര്യത്തിന് പരാതി കൊടുക്കാൻ പോയതായിരുന്നു എന്ന് കാവേരിയും. തോട്ടമായാലും കൊള്ളാം തോപ്പായാലും കൊള്ളാം, മേലിൽ ഇവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല നീ എന്ന് നിവിന് നേരെ ചൂണ്ടി ശാരദ പറയേ. സംശയത്തോടെ നിവിനെ നോക്കുകയാ കാവേരിയും. ഗംഗയും പറയുന്നുണ്ട് നിവിന്റെ അമ്മ വന്നിരുന്നു ഇവിടെ. ശാരദയും പറയുക അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ, വലിയ വീട്ടിലെ ആമ്പിള്ളേരെ പിടിക്കാൻ ഞാൻ പെൺമക്കളെ അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന്, അതിനുവേണ്ടി നീയും ഇവനെ കൂടി മനഃപൂർവ്വം ചങ്ങാത്തം ഉണ്ടാക്കിയതാണെന്ന് എന്നവർ പറയുന്നത് കേൾക്കെ ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ എന്ന് നിവിനും മനസ്സിലോർക്കുന്നുണ്ട്. കാവേരിയും ചോദിക്കുക നിവിന്റെ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാടി അവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പോകുന്നത് എന്ന് ഗംഗേച്ചിയും അവളോടായി ചോദിക്കുന്നുണ്ട്. ശാരദ വീണ്ടും നിവിനോടായി മോനെ നീ വിനീതിന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാ ഈ വീട്ടിൽ കയറാനും ഇവിടെ എല്ലാവരോടും ഇടപെടാനും ഒക്കെ അനുവദിച്ചത്. നിങ്ങളുടെ മനസ്സിൽ വേറൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അരവിന്ദേട്ടൻ മരിക്കുന്നതിന് മുമ്പും അതിനുശേഷവും നീ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും മറന്നിട്ടല്ല. ദയവ് ചെയ്ത് എന്ന് പറഞ്ഞ് കൈകൂപ്പി ദയവ് ചെയ്ത് ഇനി നീ ഈ വീടിന്റെ പടി കയറരുത്, ഇവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന് ശാരദ പറയേ. ആന്റി ഞാനത് എന്ന് നിവിനും. ശരി മോനെ, പറഞ്ഞതിലൊന്നും ഒരു മാറ്റവുമില്ല, മോൻ ചെല്ല്, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ എന്നവന്റെ മുഖത്തു നോക്കാതെ ശാരദ പറഞ്ഞു നിർത്തേ. വിനീതും ടെൻഷനോട് നിൽക്കുന്ന നിവിന്റെ അരികിലേക്ക് ചെന്ന് നിവിനെ നീ വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവൻ നടന്നു നീങ്ങുന്നത് നോക്കി നിൽക്കുകയായിരുന്ന കാവേരിയെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന നിവിനും ടെൻഷനോടെ ഒരു നിമിഷം തിരിഞ്ഞു നോക്കുകയാ. പിന്നീട് അവൻ വിനീതിന് പുറകെ നടന്നു നീങ്ങുമ്പോഴേക്കും കാവേരിയും അമ്മയുടെ അരികിലേക്ക് വന്ന് രാജേശ്വരി എന്തിനാ അമ്മ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്, അമ്മ എന്തിനാ അവരുടെ അഴിഞ്ഞാട്ടം ഇവിടെ അനുവദിച്ചു കൊടുത്തത് എന്ന് ചോദിക്കേ. ഗംഗ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്തും കുറച്ച് ന്യായം ഉണ്ടാവണ്ടടി, നീയും നിവിനും കെട്ടിപ്പിടിച്ചോണ്ട് റോഡിൽ നിൽക്കുന്ന വീഡിയോ കാട്ടി അവര് സംസാരിക്കുമ്പോഴേ നമ്മൾ എന്ത് പറയാനാ എന്ന് ഗംഗ ചോദിക്കേ. അമ്മയെ ഞാൻ പറയുന്നതൊന്ന് എന്ന് കാവേരി ശാരദയോടായി പറയുന്നുണ്ടെങ്കിലും ഓ ഇനിയിപ്പോ ഒന്നും പറയണ്ട, ഇനി ആ പയ്യനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞാൽ പണത്തിനല്പം കുറവുണ്ട്, എന്നാലും ആ അമ്മയും മക്കളും അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് നാലാള് പറയണം മോളെ, ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് ശാരദ പറയേ. അമ്മ ഞാൻ പറയുന്നത് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നൊരർത്ഥത്തിൽ ഞാൻ ഇതുവരെ നിവിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. പ്രസവിച്ചു വളർത്തിയ അമ്മ ഇത്രയെങ്കിലും എന്നെ വിശ്വസിക്കണം എന്ന് കാവേരി പറയുന്നുണ്ടെങ്കിലും ശാരദ അവളെ ഒരു നിമിഷം നോക്കി അകത്തേക്ക് കയറി പോവുകയാ. ഗംഗയും കാവേരിയുടെ അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട് നിന്നെ ആർക്കും വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്, ആ സ്ത്രീ അവരുടെ മകനെ മടിക്കുത്തിലെടുത്ത് വെച്ചേക്കുവാ, നമുക്കെന്തിനാ വിട്ടുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഗംഗയും അകത്തേക്ക് കയറിപ്പോകേ. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽപ്പാ കാവേരിയും. അവിടെ റോഡ് അരികിലൊരിടത്ത് വണ്ടി നിർത്തി നിൽപ്പാ നിവിനും വിനീതും. നിവിൻ വിനീതിനോടായി പറയുന്നുണ്ട് സോറി ബ്രോ, എന്റെ അമ്മയാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, അമ്മ ഇങ്ങനൊരു എടുത്തോച്ചാട്ടം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല എന്നവൻ പറയേ. വിനീതും പറയുന്നുണ്ട് അമ്മമാരെല്ലാം അങ്ങനെയാളിയാ, എന്റെ അമ്മയുടെ കാര്യം അറിയില്ലേ നിനക്കെന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. എടാ സുജാത ആന്റി അരവിന്ദൻ അങ്കിളിന്റെ സ്വന്തം പെങ്ങളല്ലേ, ഏത് സമയത്തും അവിടെ വരാനും സംസാരിക്കാനും ഒക്കെ അവകാശമുള്ള ആള്, അതുപോലെയാണോ എന്റെ അമ്മ? അമ്മ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വരുമെന്നും കാര്യങ്ങളൊക്കെ ഇത്ര ചീപ്പായി പ്രസന്റ് ചെയ്യുമെന്നും ആര് വിചാരിക്കാനാ എന്ന് നിവിൻ ചോദിക്കേ. വിനീതും സാരമില്ല അളിയ, എനിക്ക് അളിയന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലായി, അളിയനാ വീട്ടിൽ വന്നത് തന്നെ എനിക്ക് വേണ്ടിയാ, എന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സഹായിക്കാനുമായിട്ട്, എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആർക്കായാലും വിഷമം ഉണ്ടാവും. പക്ഷേ അളിയൻ കാവേരിയുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്ക്, അവള് കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലാ, അത് രാജേശ്വരി ആന്റി ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു, കല്യാണം കഴിച്ചു വരേണ്ട കുട്ടിയല്ലേടാ എന്ന് വിനീത് ടെൻഷനോടെ ചോദിക്കേ. വിനീതും നിവിനോടായി പറയുന്നുണ്ട് എടാ അമ്മ തെറ്റിദ്ധരിച്ചതല്ല. അത് കേൾക്കെ അമ്പരപ്പോടെ വിനീതും എന്താ പറഞ്ഞളിയാ എന്ന് ചോദിക്കേ. നിവിൻ വീണ്ടും അമ്മ തെറ്റിദ്ധരിച്ചതല്ല, കാവേരിയെ എനിക്കിഷ്ടമാ എന്ന് നിവിൻ പറയുന്നത് കേൾക്കെ ആകെ ടെൻഷനോടെ എടാ എന്താടാ ഈ പറയുന്നേ എന്ന് വിനീതും. ബ്രോ നിന്നെ ഒളിച്ചതും ചതിച്ചതുമൊന്നുമല്ല, എനിക്ക് മുന്നേ തന്നെ ഇഷ്ടമായിരുന്നു കാവേരിയെ, ഈ അവധിക്കാലത്ത് ഇങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ കാവേരി എന്റെ മനസ്സിൽ കയറി പറ്റി, നിന്നെ കാണാൻ വരുമ്പോഴെല്ലാം കാവേരിയെ കൂടി കാണാമല്ലോ എന്നൊരു സ്വാർത്ഥതയുണ്ടായിരുന്നു, പലവട്ടം നിന്നോട് ഞാൻ പറയാൻ തുനിഞ്ഞതാ, പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല,
ഒരവസരം വീണു കിട്ടിയത് നീ നടത്തിയ കല്യാണ പാർട്ടിയുടെ അന്നാ. വീട്ടിലേക്ക് മടങ്ങുന്ന വഴി അന്ന് ഞാൻ നിന്നോട് കാര്യം പറഞ്ഞായിരുന്നു. ബ്രോ അന്ന് കഴിച്ചു പോയത് കൊണ്ട് അത് വേണ്ട പോലെ ശ്രദ്ധിക്കുകയോ പിന്നീട് അത് ഓർമ്മിക്കുകയോ ചെയ്തില്ല. വീണ്ടും ഞാൻ ആ കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നീ അത് മറന്നുപോയായിരുന്നു. വീണ്ടും അത് നിനക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല എനിക്ക്. പ്രതികരണം എന്താവുമായിരുന്നു എന്ന് ഭയം എന്ന് നിവിൻ പറയേ, കാവേരിക്ക് കാര്യം അറിയാമോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. എന്ത് ചോദ്യാട്ടോ ഇത്? ഒരു പുരുഷൻ ആത്മാർത്ഥതയുടെ ഹൃദയം കയ്യിലെടുത്തു വെച്ച് അവളുടെ അടുത്തുണ്ടാവുമ്പോ അവൾക്കത് ഫീൽ ചെയ്യില്ലേ? പ്രണയമെന്ന മനോഹരമായ വികാരം അവളെ തൊട്ടുണർത്തില്ലേ? കാവേരിക്ക് തിരിച്ച് ഇങ്ങോട്ടുള്ള ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ പ്രണയം പറഞ്ഞിട്ടില്ല. എന്റെ അതേ അവസ്ഥയിൽ തന്നെയാവും കാവേരിയും, എനിക്കുറപ്പാ എന്ന് നിവിൻ പറയേ. എങ്കിലത് പറയണ്ടേ അളിയ? നമുക്കിവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം. നീ അത് മറന്നു കളയി. അഥവാ കാവേരി ഇങ്ങോട്ട് ഇഷ്ടം പറയാൻ വന്നാലും നിന്റെ മനസ്സിലൊന്നുമില്ല, നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കേ എന്ന് വിനീത് പറയേ. എടാ എന്ത് നീ പറയുന്നേ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല അളിയ, വലിയ വലിയ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരത്തേയുള്ളൂ എന്ന് വിനീത് പറയേ. എടാ എന്ത് പ്രശ്നം എന്ന് ടെൻഷനോടെ നിവിനും. എടാ അമ്മാവന്റെ മകളുമായിട്ട് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുക നിനക്ക് എന്ന് വിനീത് ഓർമ്മിപ്പിക്കേ. എടാ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ ഇഷ്ടത്തോടെയൊന്നുമല്ല. ലോകത്ത് വേറൊരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും ഞാൻ രാഗിണിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് നിവിൻ തീർത്തു പറയേ. എടാ നിന്റെ അമ്മ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് വിനീതും ഓർമ്മിപ്പിക്കുക. എടാ അതിന് ഞാനെന്ത് ചെയ്യും? എന്റെ ലൈഫിന്റെ കാര്യം എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ കരുതിയത് ഇതറിയുമ്പോ നീ എന്റെ കൂടെ നിൽക്കുമെന്നാ. എന്റെ കൂടെ നിൽക്കേണ്ട ആളായ നീ എന്ന് നിവിനും പറയുന്നു. എടാ അളിയ, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാനാ. പക്ഷേ എന്ന് പറഞ്ഞ വിനീതത്തെ പക്ഷെ എന്താ എന്ന് നിവിനും. ശരിയാവില്ല അളിയ, നിനക്കറിയാലോ നിന്റെ അമ്മാവനെ, അയാള് ചങ്ങല പൊട്ടിച്ചിങ് വരും എന്ന് വിനീത് ഓർമ്മിപ്പിക്കേ. എന്ന് കരുതി ഞാൻ എന്റെ പ്രണയം അവസാനിപ്പിക്കണോ? എടാ പ്രണയം എങ്ങനെ കുത്തി നോവിക്കുമെന്ന് അറിഞ്ഞ ആളല്ലേ നീയും എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. വിനീത് വീണ്ടും പറയുക, ഒരുപാട് അനുഭവിച്ചതാളിയ കാവേരിയുടെ കുടുംബം. ഇപ്പോഴും പലതിൽ നിന്നും കരകയറി വരുന്നതേയുള്ളൂ. അതുകൊണ്ടാളിയ നിന്നോട് ഞാൻ എന്ന് വിനീത് പറയേ. നിവിനും അവന്റെ കൈ കവർന്നെടുത്ത്, എടാ കാവേരി ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമടാ. അവൾക്കും കുടുംബത്തിനും ഒരു പ്രശ്നവും ഉണ്ടാവാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തോളാം. അവളെ എനിക്ക് തന്നൂടെ? ഞാൻ ഏറ്റു ബ്രോ എന്ന് നിവിൻ പറയേ. ഈ ബന്ധം കൊണ്ട് കാവേരിക്കും കുടുംബത്തിനോ ഒരു സങ്കടവും ഉണ്ടാവില്ലെന്ന് വാക്ക് വേണം. ഒരുപാട് കണ്ണീര് കുടിച്ചതാണ് അവര് എന്ന് വിനീത് പറയേ. വാക്ക് എന്ന് സന്തോഷത്തോടെ അവന്റെ കൈ ചേർത്ത് പിടിച്ചു പറയുകയാ നിവിനും. രാത്രി വൈകിയും നിവിനെ കാണാതെ റിസോർട്ടിന്റെ മുറ്റത്ത് വെയിറ്റ് ചെയ്യുകയാ രാജേശ്വരി. അപ്പോഴാണ് നിവിൻ ദേഷ്യത്തോടെ വണ്ടി നിറങ്ങി ചെന്ന് അമ്മയ്ക്ക് എന്തിന്റെ കേടാ എന്ന് ചോദിക്കേ. എന്താടാ എന്ന് രാജേശ്വരിയും. അമ്മ എന്തിനാ കാവേരിയുടെ വീട്ടിൽ പോയെന്ന് നിവിൻ ചോദിക്കേ. എന്റെ മകനോട് പലവട്ടം ഞാൻ പറഞ്ഞു ആ വീട്ടുകാരുമായി ഒരു ബന്ധവും വേണ്ടെന്ന്. അവൻ അനുസരിക്കുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് പോവേണ്ടി വന്നു എന്ന് രാജേശ്വരിയും. നിവിനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അമ്മേ, ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ ഉള്ളവരാ അവര്. ദേ അതിന്റെ കൂട്ടത്തിൽ അമ്മയും കൂടി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാ എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ താക്കീതോടെ പറയേ. ഇപ്പോഴും നിനക്ക് അവരുടെ പ്രശ്നങ്ങളെ പറ്റിയ വേവലാതി അല്ലെ നിവിൻ? എന്റെ പ്രശ്നങ്ങളൊന്നും നിനക്ക് അറിയണ്ട എന്ന് രാജേശ്വരിയും ചോദിക്കുക. അമ്മയ്ക്ക് എന്ത് പ്രശ്നമാ അമ്മേ എന്ന് നിവിൻ ചോദിക്കേ. അത് കൊള്ളാം, എന്റെ പ്രശ്നങ്ങൾ എന്താന്ന് നിനക്കറിയില്ല. എടാ പട്ടുസാരിയും വലിയ പൊട്ടുമിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന രാജേശ്വരിയെ മാത്രമേ നീ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഈ റിസോർട്ട് എങ്ങനെ നടക്കുന്നുവെന്ന്, ഇനിയും മുന്നോട്ട് എങ്ങനെ നടക്കുമെന്ന് നിനക്കോ ഛത്തീസ്ഗഡിലിരിക്കുന്ന നിന്റെ അച്ഛനോ അറിയോ? അഭീഷ്ട വരദായിനിയായ ദേവിന്ന് നീ ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ. തമാശയല്ലടാ, അത് സത്യം തന്നെയാ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങൾ കിട്ടിയെങ്കിലായി. ഇവിടെ നീ ആഗ്രഹിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനു മുമ്പേ ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പണത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നോ ദാരിദ്ര്യം എന്താണെന്നോ നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ അമ്മ അത് അറിഞ്ഞിട്ടുണ്ട്. ആ കാലം ഓർമ്മയുള്ളത് കൊണ്ട് അവസാന കാലം വരെ ഞാൻ ജോലി ചെയ്യും. എനിക്കൊപ്പം വളർന്നിട്ടും ഈ റിസോർട്ടിനോ കുടുംബത്തിനോ വേണ്ടി നീ എന്ത് സമ്പാദിച്ചടാ? ലോകം അറിയുന്ന ഷെഫ് ആവണമെന്നും ഫാഷൻ ഡിസൈനർ ആവണമെന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണമെന്നും പറഞ്ഞ് പഠിക്കാൻ പണം തുലച്ചതല്ലാതെ 10 പൈസ സമ്പാദിച്ചിട്ടുണ്ടോ നീ എന്നമ്മ ചോദിക്കേ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്റെ അമ്മ പഴങ്കഞ്ഞി വെള്ളം കുടിച്ചാണ് ജീവിച്ചതെങ്കിൽ 10ാം ക്ലാസ് വരെ പോലും പഠിക്കാൻ പോവില്ലായിരുന്നു ഞാനമ്മേ. കൂലി പണിയെടുത്ത് ഞാൻ അമ്മയെ പോറ്റിയേനെ എന്ന് നിവിനും പരിഹാസത്തോടെ പറയുന്നുണ്ട്. അത് കേട്ട് രാജേശ്വരിയും പരിഹാസമൊന്നും വേണ്ട. അന്നൊരിക്കൽ നീ പറഞ്ഞില്ലേ നിന്റെ ഹൃദയത്തിന്റെ മാത്രമല്ല ഈ റിസോർട്ടിന്റെ കൂടി ഉടമയാവും കാവേരി എന്ന്. അങ്ങനെ പറയാൻ എന്ത് അവകാശമുണ്ടാ നിനക്ക്? റിസോർട്ട് എന്താണെന്നോ അതിന്റെ നടത്തിപ്പ് എന്താണെന്നോ നിനക്കറിയോ? മൊത്തം ഭാരം താ എന്റെ തലയില്. എന്നിട്ട് അവൻ റിസോർട്ടിന് അവകാശം പറയാൻ വന്നിരിക്കുന്നു എന്ന് രാജേശ്വരി പൂച്ചത്തോടെ പറയേ. അപ്പോ എന്നെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നാണോ അമ്മ പറയുന്നത് എന്ന് നിവിനും ചോദിക്കുക. അതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലടാ. ഇത്തവണ നീ വന്നപ്പോഴും പഠിത്തത്തിനിടയിലെ ഇടവേളയെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോ നീ പറഞ്ഞു ഇനി തിരിച്ചു പോകുന്നില്ലെന്നും റിസോർട്ടിന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നോളാമെന്നും.
അമ്മയെ സഹായിക്കാനുള്ള വ്യഗ്രതയാണെന്ന് പാവം ഞാൻ തെറ്റിദ്ധരിച്ചു. റിസോർട്ടിൽ ഒരാളെ ജോലിക്ക് വരുന്നത് കൊണ്ടുള്ള ശുഷ്കാന്തിയാണ് അതെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. അവൾ ഇറങ്ങിപ്പോയതിന് പിന്നാലെ നീയും പോയി. പേരിനിവിടെ അന്തി ഉറങ്ങുന്നേ ഉള്ളൂ. നീ എപ്പോഴാ വരുന്നെന്നോ എപ്പോഴാ പോകുന്നെന്നോ എനിക്ക് പോലും അറിയില്ല എന്നമ്മ പറയെ ദേഷ്യത്തോടെ അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ എന്ന് നിവിനും ചോദിക്കുക. നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ എന്ന് രാജേശ്വരി പറയെ. എങ്ങോട്ട് എന്ന് നിവിനും. ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുന്ന രാജേശ്വരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും സുജാതയുടെ സ്വത്ത് മോഹിച്ച് കാളിദാസ് വീട്ടിലേക്ക് എത്തുന്നതും ഗീതയെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും വിനീത് വീണ്ടും കാളിദാസിന്റെ കഴുത്തിന് പിടിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.